ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ 2 ദിവസം മുന്നേ നമ്മൾ കേട്ട വാർത്തയാണ് 14-കാരനെ 35 വയസ്സുകാർ തട്ടിക്കൊണ്ട് പോയെന്നുള്ളൊരു വാർത്ത. അത് ഞാൻ 2 ദിവസമായി ഇപ്പോൾ ഏകദേശം. അന്ന് കണ്ടാണ് അത് വീഡിയോ ചെയ്യണമെന്ന് ആലോചിച്ച് പിന്നെ വിട്ടു. പിന്നെ പക്ഷേ ഇപ്പോഴും ആ സ്ത്രീയെ പിടിച്ചപ്പം ആ സീൻ കണ്ടപ്പോഴും എനിക്ക് പൊതുവായിട്ട് തോന്നിയ ഒരു കാര്യം പറയാതിരിക്കാൻ തോന്നില്ല. ശ്രീകണ്ഠൻ നായർ 24-ൽ ഈ ന്യൂസ് ചെയ്യുമ്പോഴും ഇപ്പോൾ പോലീസ് പിടിച്ചപ്പോഴും ഒക്കെ ഈ സ്ത്രീയെ ഏതാണ്ട് സംരക്ഷിക്കുന്ന ഒരു നിലപാട്. ഈ ന്യൂസ് എന്താ പറയാൻ, ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട ന്യൂസല്ലേ. ഇങ്ങനെയൊക്കെ അപൂർവമായിട്ടൊരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ മുഖം തന്നെ കാണിക്കണം. അത് കാണിക്കുന്നില്ല, അത് ബ്ലെയർ ചെയ്ത് കാണിക്കുന്നു. രണ്ടാമത് ശ്രീകണ്ഠൻ നായരാണെങ്കിൽ പറയണോ വേണ്ടയോ, ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചാണ്, പറയാമെന്ന് വെച്ചു എന്നൊക്കെ പറഞ്ഞ ഒരു രീതി. എന്തിനാണ് ഇത്ര മറിക്കുന്നത്? കേരളത്തിൽ അപൂർവമായിട്ട് നടക്കുന്ന ഒരു സംഭവമല്ലേ. ഇത്രയും കട്ട്സ് ആ ഒരു സ്ത്രീ കാണിച്ചതല്ലേ. മകൻ്റെ പ്രായമുള്ള മകൻ്റെ കൂട്ടുകാരനെയും കൂടെ തട്ടിക്കൊണ്ട് പോകാൻ ഉള്ള ഒരു ധൈര്യം ആ സ്ത്രീ കാണിച്ച സ്ഥിതിക്ക് കേരളത്തിലുള്ളവരത് അറിയണ്ടേ. പക്ഷേ പോലീസുകാർ ആ സ്ത്രീയെക്കുറിച്ച് വിവരങ്ങൾ കൂടുതൽ പുറത്തുവിടുകയില്ല. അവരുടെ മുഖം ബ്ലെയർ ചെയ്ത് കാണിക്കുന്നു. 24 പുള്ളി ശ്രീകണ്ഠൻ നായരാണേലും എല്ലാം എന്തോ ഒരു ഒതുക്കം. എന്തിനാണ് സ്ത്രീകൾക്ക് ഇത്ര പരിഗണന കൊടുക്കുന്നത്? ചെയ്ത പ്രവൃത്തിയല്ലേ നമ്മൾ വിലയിരുത്തണ്ടേ. ചെയ്ത പ്രവൃത്തി തീരെ കൊള്ളാത്ത മൊത്തം കേരളത്തിലുള്ള സ്ത്രീകളുടെ മുഖത്ത് കരിവാരി തേച്ച ഒരു സ്ത്രീയെ അവരുടെ ആ തിരുമോന്ത കാണിക്കാതെ ബ്ലെയർ ചെയ്ത് കാണിക്കുന്നു. വലിയ ഒതുക്കം, എല്ലാം ഒതുക്കമാണ്. അത് ആരെ സംരക്ഷിക്കാൻ എത്ര ഒതുക്കുന്നത്? അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ രണ്ടാമത് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ആദ്യം ഈ വാർത്ത വിട്ടതായിരുന്നു. അപ്പോൾ ശ്രീകണ്ഠൻ നായർ പറയാം, നമുക്ക് ആദ്യം കേൾക്കാം. ഒരുപക്ഷെ ഈ വാർത്തയെക്കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. ഇത് വളരെ കേരളത്തിൽ വളരെ ഒറ്റപ്പെട്ട ഒരു സംഭവമാണ്. പക്ഷേ ഈ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഈ വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്യുകയാണ്. ഈ വാർത്ത സംപ്രേഷണം ചെയ്യണോ എന്ന് നമ്മുടെ ടീം അംഗങ്ങളുമായി കുറച്ചു നേരം ഞാൻ ചർച്ച ചെയ്തു. അവസാനം ഇത് വളരെ പൊലിപ്പിക്കാതെ ഈ വാർത്ത അരികിലുണങ്ങ് സംപ്രേഷണം ചെയ്തു പോകുക. കാരണം ഒന്നുമില്ല, മാതാപിതാക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഈ വാർത്ത, സതുദ്ദേശത്തിലാണ് സംപ്രേഷണം ചെയ്യുന്നത്. ഇത് കേരളത്തിലെ സ്ഥിരം കലാപരിപാടി അല്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. പാലക്കാട് പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയെ യുവതി തട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടായിരിക്കുന്നു. ഇതിൻ്റെ പേരിൽ പോലീസ് പോക്സോ കേസെടുക്കുമെന്ന് അറിയുന്നു. 14-കാരനെയും കൊണ്ട് യുവതി പോയത് കൊച്ചിയിലെ ഒരു താമസസ്ഥലത്തേക്കെന്നും പോലീസ് കണ്ടുപിടിച്ചു. ആലത്തൂർ പോലീസാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം പാലക്കാട് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോടാണ് ഈ അതിക്രമം ഇവർ ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വളരെ കുറച്ച് നിയന്ത്രിച്ച് വിശദാംശങ്ങൾ നൽകിയാൽ മതി. SKN ഉറപ്പാണ്. ഇത് ഒരു കാരണവശാലും കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത ഒരു ഒറ്റപ്പെട്ട സംഭവം തന്നെയാണ്. 14 വയസ്സുകാരനാണ് ഈ കുട്ടിയുടെ, ഈ 35-കാരിയുടെ ഒരു മകനുണ്ട്. മകൻ 11 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ മകൻ്റെ കൂട്ടുകാരൻ്റെ ജ്യേഷ്ഠനാണ് ഇത്തരത്തിൽ കൂട്ടിക്കൊണ്ടുപോയത് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. പോലീസിൽ വീട്ടുകാർ, ഈ 14-കാരൻ്റെ വീട്ടുകാർ ഉടൻ തന്നെ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ 35-കാരിയെ സംശയമുണ്ട് എന്ന തരത്തിൽ പറയുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് ഫോൺ കോൾ രേഖകളടക്കം പരിശോധിച്ചു, മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ചു. അപ്പോൾ എറണാകുളത്തേക്കാണ് പോയിരിക്കുന്നതെന്ന് മനസ്സിലായി. എറണാകുളത്ത് ഒരു കോൾ സെൻ്ററിലെ ജീവനക്കാരിയാണ്. എന്തായാലും ദൂരേക്കൊന്നും പോകാൻ ഒരു കാരണവശാലും സമ്മതിച്ചില്ല. അപ്പോൾ തന്നെ കൊച്ചി സിറ്റി പോലീസുമായി ബന്ധപ്പെടുകയായിരുന്നു. കൊച്ചി സിറ്റി പോലീസ് ഇവരെ വഴിയിൽ തന്നെ തടഞ്ഞു നിർത്തി കസ്റ്റഡിയിലെടുത്തു. ഉടൻ തന്നെ ആലത്തൂർ പോലീസ് സ്ഥലത്തെത്തി യുവതിയെയും അതുപോലെ തന്നെ ഈ 14-കാരനെയും കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പോലീസ് മറ്റു വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടില്ല. അത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 14-കാരനെ എന്തായാലും ഇപ്പോൾ കൂടുതൽ കൗൺസിലിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ്, ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. ആലത്തൂർ കുനിശ്ശേരി കുതിരപ്പാറ സ്വദേശി 35 വയസ്സുകാരിയാണ് ഈ ചെയ്തത്. ശ്രീകണ്ഠൻ നായർ പറയും, ഞങ്ങൾ ടീം അംഗങ്ങളൊക്കെ ആയിട്ട് ആലോചിച്ച് വളരെ മിതമായിട്ടൊരു സൈഡിൽ കൂടെ ഒരു വാർത്തയായിട്ട് കൊടുക്കുക. സൈഡിൽ കൂടെ ഒരു വാർത്തയായിട്ടല്ലാതെ മെയിനായിട്ട് വാർത്ത കൊടുത്താൽ എന്താ കുഴപ്പമെന്നാണ് എൻ്റെ ചോദ്യം. സ്ത്രീ ആയതുകൊണ്ടാണോ പരിഗണന, അതോ ഇത് ഈ വക സംഭവം കേരളത്തിലധികം ഇല്ല? അത് ശരിയാണ്, കേരളത്തിലധികം ഇല്ല. പൊതുവേ ഞാൻ വർഷങ്ങൾക്ക് മുന്നേ വേറൊരു സംഭവം കേട്ടിട്ടുണ്ട്. മകൻ്റെ കൂട്ടുകാർ വീട്ടിൽ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന മകൻ്റെ കൂട്ടുകാർ, അത് കഴിഞ്ഞ് മകൻ വിദേശത്തെങ്ങാണ്ട് പഠിക്കാൻ പോയി. ഏറ്റുമാനൂരാ സംഭവം. വിദേശത്ത് പഠിക്കാൻ പോയെന്ന് ഇപ്പോൾ ഓർമ്മ. അത് കഴിഞ്ഞ് ഏറ്റുമാനൂർ അമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞ് ഒരു ദിവസം ഉത്സവം കഴിഞ്ഞ് ഈ ഭാര്യയും ഭർത്താവും കൂടെ ബൈക്കിൽ വരുന്ന വഴിക്ക് റബ്ബർ തോട്ടത്തിൽ തടഞ്ഞു നിർത്തി ആ സ്ത്രീയെ ഈ മകൻ്റെ കൂട്ടുകാർ റേപ്പ് ചെയ്ത സംഭവം പേപ്പറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മകൻ്റെ പ്രായമുള്ള പിള്ളേർ നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മളുടെ അമ്മമാരുടെ ഒരു മനോഭാവം എന്താ, ആ മകനെ കാണുന്നില്ല, ആ മകൻ്റെ അതല്ല അതേ ആറ്റിറ്റ്യൂഡ് നമുക്ക് ആ മകനെ കാണുന്ന പോലെയാണ് നമ്മൾ കാണുന്നത്, സംസാരിക്കുന്നതല്ല. പക്ഷെ മകൻ
നോക്കുമ്പം ആൻറ്റിമാരോടാണ് സ്നേഹം, ആൻറ്റിമാരോടാണ് പ്രേമെന്നും പറഞ്ഞ് നടക്കുന്ന കുറേ തലമുറയുണ്ട്. അത് പണ്ടേ ഉള്ളതാണ്, ഇപ്പോൾ ഉള്ളതല്ല കേട്ടോ. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരെ നമ്മൾ കുറ്റം പറയേണ്ട. രതി നിർവേദമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, പണ്ടേ ഉള്ള ഒരു ഇതാണ്. പക്ഷേ അങ്ങോട്ട് കയറി ഒരു ആൺകൊച്ചിനെ മകൻ്റെ പ്രായം എന്ന് പറയുമ്പോൾ, ഇവിടെ മകൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ ആ കൊച്ച് പ്രായപൂർത്തി ആയിട്ടില്ലേ, 14 വയസ്സാണ്. ഈ സ്ത്രീക്കുള്ള 35 വയസ്സാണ്. ഇതിൻ്റെ അകത്ത് ശരിക്കും ഇത് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗം കേൾക്കുമ്പോഴാണ് നമുക്കൊരു എന്തോ ഒരു ദഹിക്കായ വരുന്നത്. അതായത് 14 വയസ്സുള്ള ഒരു കുഞ്ഞു പയ്യൻ ഇതിനെ തട്ടിക്കൊണ്ട് പോകുന്നത് 35 വയസ്സുകാരി ഈ കൊച്ചിയിൽ കോൾ സെൻ്ററിൽ ജോലി ചെയ്യുന്നു. ഈ മകൻ്റെ കൂട്ടുകാരൻ എന്നുള്ളതൊക്കെ അങ്ങ് മാറ്റി നിർത്താം, പക്ഷേ ആ ചെറുക്കൻ്റെ പ്രായം നോക്കണ്ടേ. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരുടെ രീതി നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. കാരണം നമ്മൾ ഈ ചിക്കൻ എല്ലാം കഴിച്ച്, ആൺകുട്ടികളാണേലും പെൺകുട്ടികളാണേലും ചിക്കനിന് ഈ ഹോർമോൺ ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ട് ഈ നമ്മൾ കഴിച്ച് ജനിച്ചപ്പോൾ തൊട്ട് ഈ പിള്ളേർക്ക് ഇതെല്ലാം കൊടുത്ത് പിള്ളേരുടെ ഹോർമോൺ ലെവലൊക്കെ മാറ്റമുണ്ട്, അതൊക്കെ സമ്മതിച്ചു. പിന്നെ കോവിഡിൻ്റെ കാലത്ത് ഇതുങ്ങൾക്കെല്ലാം നമ്മൾ വേണ്ടി ഓൺലൈൻ ക്ലാസ് വെച്ചിട്ട് അതിൻ്റെ ഫലമായിട്ട് നമ്മളെല്ലാം കൊണ്ട് മൊബൈൽ പിള്ളേർക്ക് സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിച്ചു എന്നും പറഞ്ഞു കൊടുത്തു. ഇപ്പം അതിൻ്റെ രീതി മാറി, ഐഫോൺ വരെ വേണമെന്ന് പറഞ്ഞ് പിള്ളേർ നിർബന്ധവും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അതിലൊന്ന് അമർത്തിക്കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇനി ഒന്ന് നമ്മൾ ശരിക്കും കാലങ്ങൾക്ക് മുന്നേ ആലോചിച്ച ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയോട് ഒന്ന് ഇഷ്ടമാണെന്ന് പറയണമെങ്കിൽ ചിലപ്പോൾ സ്കൂളിൽ പഠിച്ചിട്ട് 2-3 വർഷമൊക്കെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് പറയാൻ ധൈര്യമില്ലാത്ത ആൺകുട്ടികൾ ഒത്തിരിയും പേരുണ്ടായിരുന്നു. പറയാൻ പോയവരുണ്ട്, ഇനി 2-3 വർഷം കഴിഞ്ഞ് പറഞ്ഞവരുണ്ട്. പ്രണയം ഒന്ന് പ്രപ്പോസ് ചെയ്യാനുള്ള ധൈര്യമില്ലാത്തൊരു തലമുറയാണ് കടന്നുപോയത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് പ്രപ്പോസൊന്നും ഇല്ല, നേരെ പോവുകയാണ്, കാര്യത്തിലേക്ക് നേരെ കടക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കാര്യം അവർക്ക് മൊബൈലും ലഹരിയും എല്ലാം കൂടി അവരെ ആകമാനം നശിപ്പിച്ച് കളഞ്ഞെന്ന് പറയാം. അപ്പോൾ ഈ 14കാരൻ എന്ന് പറഞ്ഞാൽ ആ കുട്ടി മാനസികവും ശാരീരികവുമായിട്ട് മാറ്റം ഉണ്ടായിരിക്കാം കേട്ടോ. അത് നമ്മൾ ഉൾക്കൊള്ളണം. കാരണം പഴയ തലമുറ വെച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഒരു വാർത്തയിലൂടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ശരിക്കും കുട്ടികളെ ഇനി ആൺകുട്ടികളെ ആണേലും അത്രയധികം ശ്രദ്ധിക്കണം. എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു, ആരോട് കൂട്ടുകൂടുന്നു, ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ വാച്ച് ചെയ്യണമെന്നാണ് ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് കിട്ടുന്ന മെസ്സേജ്. അപ്പോൾ ഇത് എന്തിനാണ് ഇത്ര ഒതുക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. ഈ സ്ത്രീയുടെ മുഖമൊക്കെ കാണിച്ചത് എന്താ? ഇപ്പോൾ ആ സ്ത്രീയുടെ മുഖം കാണിക്കാതെ ബ്ലെയർ ചെയ്ത് കാണിക്കുന്നത് നോക്കാവേ. ആലത്തൂർ കുനിശ്ശേരി കുതിരപ്പാറ സ്വദേശിയായ 35കാരിയാണ് 14കാരനൊപ്പം നാടുവിട്ടത്. ഇവരുടെ 11 വയസ്സുള്ള മകന്റെ കൂട്ടുകാരനാണ് 14കാരൻ. സ്കൂളിലെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്താഞ്ഞതിനെ തുടർന്ന് വിദ്യാർത്ഥിയുടെ വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടമ്മയോടൊപ്പം ഉള്ളതായി വിവരം ലഭിച്ചത്. ആലത്തൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് എറണാകുളത്ത് വെച്ചാണ് വീട്ടമ്മയെയും കുട്ടിയെയും കണ്ടെത്തിയത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് വീട്ടുകാരുടെ പരാതിയിൽ യുവതിക്കെതിരെ കേസെടുത്തു. അല്ല, ആ വനിതാ പോലീസിൻ്റെ മുഖം അവിടെ കാണിക്കുന്നുണ്ട്, ഈ സ്ത്രീയുടെ മുഖം ബ്ലെയർ ചെയ്ത് കാണിക്കുന്നു. ഇതിന് മുന്നേ വാർത്ത കേട്ടേ പോലീസ് എല്ലാ വിവരവും പുറത്ത് വിടുന്നില്ല എന്ന് പറയുന്നു. ഇനി ഇതിൻ്റെ പിന്നിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കാത്ത മറ്റെന്തെങ്കിലും ഉണ്ടോ? അതായത് ആ കുട്ടിയുടെ വീട്ടിൽ വല്ല പീഡനോ അതും ഇതൊക്കെ ആയിട്ട് ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണോ? ഇനി മറ്റുദ്ദേശമൊന്നും ഇല്ലേ? ഇപ്പോൾ വാർത്തകളിൽ കാണുന്ന രീതി അനുസരിച്ച് മറ്റുദ്ദേശം, മോശമായ കാര്യം എന്നുള്ള രീതിയാണ് വാർത്ത വരുന്നത്. ഇനി അതൊന്നും അല്ലാതെ വാർത്തയെല്ലാം കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. അതൊന്നും അല്ലാതെ ഒരു മകനോടുള്ള വാത്സല്യം കൊണ്ട് തട്ടിക്കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും കൊണ്ട് താമസിപ്പിക്കാനോ, അല്ലെ ഈ ചെറുക്കൻ വല്ല പീഡനം സഹിക്കുന്നുണ്ട് വീടുകളിൽ രക്ഷിക്കണമെന്ന് വല്ലതും പറഞ്ഞിട്ട് ബുദ്ധിമോശം ചെയ്തതാണോ? അങ്ങനെ ചിന്തിക്കാൻ 1% പോലും പറ്റില്ല ഈ കേസിൽ. ഇത് വാർത്താ മാധ്യമങ്ങൾ പറയുന്ന പോലെ ചിന്തിക്കാനേ പറ്റുള്ളൂ. പിന്നെ 1% വേണേൽ നമ്മുടെ മനസ്സ് വെച്ച് അങ്ങനെ ചിന്തിക്കാം. പക്ഷേ ഈ വൃത്തികെട്ട പ്രവൃത്തിയാണ് ചെയ്തെങ്കിൽ ഈ തിരുമോന്ത കാണിക്കാൻ ഇവരെന്തിനാണ് ഇത്ര പേടിക്കുന്നത്? പത്രമാധ്യമങ്ങളാണേലും പോലീസാണേലും ഇവരെല്ലാം വാർത്ത കൊടുക്കാനും എടുക്കാനും ഒക്കെ എന്തിനാണ് ഇത്ര പേടിക്കുന്നത്? ഇത് അപൂർവമായ ഒരു കാര്യമല്ലേ? ഇത്രയും വലിയ മഹത്തായ കാര്യമൊക്കെ ചെയ്തവരുടെ മുഖം ശരിക്കും കാണിക്കണം. 10 പേര് കാണട്ടെ, കണ്ടിട്ട് നാളെ ഒരിക്കൽ മറ്റൊരാൾക്ക് ഇവളിൽ നിന്ന് ഈ ഒരു അനുഭവം ഉണ്ടാകാതെയാലും ഇരിക്കുകയല്ലേ. ഇനി എന്താണേലും കാലം മാറിക്കൊണ്ടിരിക്കുക. 2025 തുടങ്ങിയിട്ട് കൊലപാതകമൊക്കെ ചുമ്മാ പൂ പറിച്ച് കളയുന്ന രാഘവത്തോടെയാണ് 5-6 കൊലപാതകമൊക്കെ ഈസി ആയിട്ട് നടത്തുന്നത്. അതുകൊണ്ട് പിന്നെ അച്ഛനമ്മമാരോടാണേലും മക്കൾക്ക് അത്ര അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത
കാലം മുന്നോട്ട് വരികയാണ് പല കാര്യങ്ങൾ കൊണ്ട്. അപ്പോൾ കൂടുതൽ ഈ പഴയ വീഡിയോയിലൊക്കെ ഞാൻ പറയുന്നത് അണുകുടുംബം മാറി അണുകുടുംബം ആയതാണ്, കൂട്ടുകുടുംബം മാറി അണുകുടുംബം വന്ന് സ്വാതന്ത്ര്യം കൂടുതൽ അനുഭവിച്ച് അതിൻ്റെ ഓരോ ഘട്ടമായിട്ട് മാറിപ്പോയപ്പോൾ കുട്ടികൾക്കും കൂടുതൽ സ്വാതന്ത്ര്യമായി, നമ്മളോട് അറ്റാച്ച്മെൻറ്റ് ഇല്ലാതായി. അവർ വീടിൻ്റെ അകത്തൊരു മുറിയിൽ സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പോഴേ കയറിയിരിക്കുക, മൊബൈൽ എടുക്കുക, നോക്കുക, നമ്മളോട് അധികം ഇതൊന്നുമില്ല. പോയ നമ്മളുമായിട്ട് ഒരു മാനസികമായ ഒരു ഇതും അവർക്കുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ള അച്ഛനും അമ്മയൊക്കെ പഴയ കാര്യങ്ങളിലൂടെ വളർന്നു വന്ന അച്ഛനും അമ്മയാണ് നിങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ കടന്നു പോയത് നിങ്ങളോട് അച്ഛനും അമ്മയൊക്കെ ചെയ്തതൊക്കെ അറിയാം. അതനുസരിച്ച് ഈ പിള്ളേരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ 5 പേരെ കൊന്ന കഥയൊക്കെ അറിയാമല്ലോ, വാർത്ത ഇപ്പം അറിയാമല്ലോ. അതേപോലെ ഇതൊക്കെ ആണെങ്കിലും അച്ഛനെയും അമ്മയും വിട്ടേച്ചല്ലേ അവൻ ഇന്നലെ കണ്ട 35-കാരിയുടെ കൂടെ പോയത്. അപ്പോൾ ഇതൊക്കെ വാച്ച് ചെയ്ത് സ്വന്തം വീട്ടിൽ ചില മാറ്റങ്ങൾ വരുത്താൻ തയ്യാറായിക്കോ. അല്ലെങ്കിൽ ഇന്നലെ കേട്ട വാർത്ത കേട്ടിട്ട് അതൊക്കെ അവരുടെ വീട്ടിലല്ലേ, നമുക്ക് എന്താണെന്ന് ചോദിക്കുന്നത് ആ ഒരു രീതി മലയാളികൾക്കുണ്ട്. നമുക്ക് എന്താണെന്നുള്ള മനോഭാവത്തിൽ ഇരിക്കേണ്ട, അതേ അനുഭവം നമ്മുടെ വീട്ടിലും തേടി വരാം. അതുകൊണ്ട് നമ്മളും ചില കരുതലുകൾ എടുക്കുന്നത് നല്ലതാണ് പിള്ളേരെയൊക്കെ വളർത്തുമ്പോൾ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.